MSC പോലുള്ള പ്രധാനപ്പെട്ട ലോകത്തെ കമ്പനികളുണ്ട്, കപ്പൽ കമ്പനികളുണ്ട്. അവരുടെ കപ്പലുകൾ കൂടി ഇങ്ങോട്ട് വരേണ്ടതാണ്. അപ്പോൾ അതിലെല്ലാം നിഷേധപരമായ നിലപാട് വരാൻ സാധ്യതയുണ്ടോ? ഈ കമ്പനിയുടെ കുത്തകാവകാശത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം മാറിപ്പോകുമോ? മറ്റൊരു പ്രധാന കാര്യം, സർക്കാർ പങ്കാളിത്തത്തോടെ അദാനി നടത്തുന്നൊരു പോർട്ടാണിത്, വിഴിഞ്ഞം പോർട്ട്. എന്നാൽ അതല്ലാത്ത പോർട്ടുകൾ അദാനിക്കുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ താല്പര്യം, നാടിൻ്റെ താല്പര്യം, അത് ഹനിക്കപ്പെടുമോ ഇതിൻ്റെ ഭാഗമായി? ഇപ്പോൾ തുറമുഖം വികസിപ്പിക്കുന്നതിനായി നമ്മൾ ചുമതലപ്പെടുത്തിയ കമ്പനിയാണ് അദാനി. അവർ 49% മൊത്തമായൊരു വിദേശ കമ്പനി കൈമാറുകയാണ്. ഇതിലൂടെ MSCക്ക് നിയന്ത്രണാധികാരം വരും. വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വളഞ്ഞ വഴിയിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇവിടെ മറ്റ് കമ്പനികളുടെ വൻ കപ്പലുകളടക്കം എത്തേണ്ടത് വളരെ പ്രധാനമാണ്. അത് തടസ്സമായിട്ട് വരും ഈ നീക്കം. അപ്പോൾ കേരളത്തിന് വലിയ നഷ്ടം ഇതുണ്ടാക്കും. സർക്കാരിൻ്റെ വരുമാനത്തിന് നഷ്ടമുണ്ടാകും. അതും കാണണം. ഈ കമ്പനികൾക്ക് കമ്പനികളുടേതായ താല്പര്യം കാണുമല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായി ചില നീക്കങ്ങളുണ്ടായാൽ നമുക്കിവിടെ ലഭിക്കേണ്ട വരുമാനത്തിന് കുറവുണ്ടായി എന്ന് വരും. അപ്പോൾ ഒരു മാറ്റവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ അദാനി ഗ്രൂപ്പ് അടക്കം സമ്മതിച്ച രീതിയിൽ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചതുണ്ട്. അതേ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണം. അദാനി ഗ്രൂപ്പിൻ്റെ താല്പര്യത്തിന് വഴങ്ങിക്കൊടുക്കുന്ന നില ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അവർ ഒരു കമ്പനി എന്ന നിലക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണ്ട കാര്യത്തിൽ അനുമതി ഇല്ലാതെ ഇത്രയും കാര്യങ്ങൾ നടത്താൻ എങ്ങനെ അവർ ധൈര്യപ്പെട്ടു? അതെല്ലാം ഉയർത്തുന്ന ഒട്ടേറെ സംശയങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഒരു കമ്പനിയും അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങാൻ ധൈര്യപ്പെടില്ല. അപ്പോൾ എവിടെയോ എന്തോ സാധാരണഗതിയല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഭാഗമായി കാണേണ്ടത്. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. കമ്മീഷനിൽ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാൽ 74% ഓഹരി വിൽക്കാൻ MOU സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ധാരണാപത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഈ പ്രതിപക്ഷം അടക്കം പറയുന്നത് 25% എന്ന കണക്ക് നിർമ്മാണം തുടങ്ങി കമ്മീഷൻ കഴിഞ്ഞ് ഒരു വർഷം വരെ ഈ 25% ഓഹരി കൈമാറ്റമേ പറ്റൂ. കമ്മീഷൻ 2023 ഡിസംബർ 3 കഴിഞ്ഞു. 2024 തൊട്ട് 74% ഓഹരി വിൽക്കാൻ സർക്കാരുമായിട്ടുള്ള ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിയുമെന്നാണ് പോർട്ട് അധികൃതർ പറയുന്നത്. ഇന്നലെ പ്രസക്തമായ ഭാഗം സഭയിൽ പറഞ്ഞല്ലോ. ഞാൻ മാത്രമല്ല പറഞ്ഞത്, മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഇന്നലെ സഭയിൽ വന്ന കാര്യങ്ങൾ എടുത്താൽ ഒരു തർക്ക വിഷയമല്ല. എല്ലാവർക്കും വ്യക്തതയുള്ള കാര്യമാണ് അഗ്രിമെൻ്റ്. അത്തരമൊരു കാര്യത്തിന് മുൻകൂർ അനുമതി ആവശ്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ അവരുടെ കയ്യിലുള്ള ഷെയറിന്റെ കാര്യമാണ് പറഞ്ഞത്. അവരുടെ കയ്യിലുള്ള ഷെയറിന്റെ 49% ഇപ്പോൾ അവർ കൊടുത്തിട്ടുള്ളത്. അതെ 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 വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള ഓഹരി കൈമാറ്റമല്ല, വിഴിഞ്ഞം രൂപീകരിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്പനി ഉണ്ടല്ലോ, അദാനി വിഴിഞ്ഞം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതിന്റെ 100% ഓഹരി ഇപ്പോൾ പൂർണ്ണമായിട്ടും അത് അദാനിയുടെ കമ്പനിയാണ്. അതിനകത്താണ് 49% MSC ഷിപ്പിംഗ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അല്ല, ഇതുമായി ബന്ധപ്പെട്ട ഷെയറിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കമ്പനി ഉണ്ടല്ലോ അവരുടെ, അദാനിക്ക് പല കമ്പനികളുണ്ടല്ലോ. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത അദാനി കമ്പനിയുണ്ട്.
ആ അദാനി കമ്പനിയുടെ ഷെയർ മറ്റൊരു കൂട്ടർക്ക് കൈമാറുകയാണെങ്കിൽ അത് 25% കൂടുതലാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്നുള്ളതാണ് കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അത് ഓണർഷിപ്പ് മാറ്റായിട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് കാര്യം. സർക്കാരിനെ എങ്ങനെയാണ് കത്തിലൂടെ അദാനി ഇത് അറിയിച്ചത്? സർക്കാരിനെ എങ്ങനെയാണ് കത്തിലൂടെ അദാനി ഇത് അറിയിച്ചത്? സ്വാഭാവിക സർക്കാർ നിയമ നടപടി സ്വീകരിക്കണമെന്നാണോ ആവശ്യപ്പെട്ടത്? എല്ലാ സർക്കാർ ഇക്കാര്യത്തിൽ അദാനിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ പാടില്ല. ഇതിന് മുൻകൂർ അനുമതി ഇല്ലാതെ നടപടികളിലേക്ക് അവർ നീങ്ങിയിരിക്കുന്നു. അത് നിരസിക്കേണ്ടതാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട്. അതായത് ഇതുപോലൊരു കമ്പനി ഈ നടപടികളിലേക്ക് നീങ്ങി എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. അത് തീർത്തും വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടാണ്. ആ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി നീങ്ങാൻ എങ്ങനെ ധൈര്യം കിട്ടി? അപ്പോൾ ഏതോ തരത്തിൽ നടക്കാൻ പാടില്ലാത്ത എന്തോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. മുദ്ര കമ്പനി എന്ന് പറയുന്നത് അവരുടെ സ്വന്തം കമ്പനിയാണ്. ഇനി ഞാൻ പറയട്ടെ. അതായത് അദാനിക്ക് ധാരാളം കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ അവരിഷ്ടം പോലെ അവരുടെ ഷെയർ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിന് നമുക്ക് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം അദാനിയെ കൺസെഷനായിട്ട് കാണുമ്പോൾ ആ കൺസെഷൻ എഗ്രിമെൻറ്റിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ 25%-ലധികം ഷെയർ മറ്റേതെങ്കിലും ആൾക്ക് കൊടുക്കുന്നുവെങ്കിൽ, മറ്റേതെങ്കിലും കമ്പനിക്ക് കൊടുക്കുന്നുവെങ്കിൽ അത് ഓണർഷിപ്പ് ചേഞ്ചായിട്ട് പരിഗണിക്കപ്പെടും. അതിന് മുൻകൂർ അനുമതി സംസ്ഥാന ഗവൺമെൻറ് ഇത് വേണം. ഇത് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. അഗ്രിമെൻറ്റ് രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. അത്തരമൊരു കാര്യം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടപടികൾ നീങ്ങിയിട്ടുള്ളത്. അതാണ് കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.